ഒക്കെയായിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധ പ്രായക്കാരായിട്ടുള്ള ആളുകൾ വി എസിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കണ്ണേ കരളെ വി എസ് എ, ആര് പറഞ്ഞു മരിച്ചെന്ന് എന്നുള്ള മുദ്രാവാക്യം തലസ്ഥാന നഗരി മുതൽ ഈ പുന്നപ്രയുടെ മണ്ണായ ആലപ്പുഴയിലും ഒപ്പം തന്നെ റീക്രിയേഷൻ സെൻ്ററിലും ഉൾപ്പെടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് നിലവിൽ റീക്രിയേഷൻ സെൻ്ററിന് സമീപമൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മഴയെ പോലും വകവയ്ക്കാതെയാണ് ഇപ്പോൾ നീണ്ട ക്യൂ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനും വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും അവസരം നൽകേണ്ടതുണ്ട്. അതെപ്പോൾ അവസാനിക്കും എന്ന് ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ സമയം 5:30 ഈ ആളുകളുടെ ഒരു കൂട്ടം കണ്ടാൽ, ജനസാഗരം കണ്ടാൽ അതൊരു 2-3 മണിക്കൂറെങ്കിലും എടുത്ത് മാത്രമേ ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏകദേശം അത്രയും സമയത്തോളം എടുക്കും. നീണ്ട നിരയാണ് ഈ റിക്രിയേഷൻ സെൻ്ററിൻ്റെ ചുറ്റും ഉള്ളത്. അതിന് തൊട്ടപ്പുറത്ത് കടലാണ്. തീരദേശ ഹൈവേ കടന്നു പോകുന്ന വഴിയാണ്. ആ തീരദേശത്തിനടുത്ത് മറ്റൊരു കടലായി, ഒരു ചെങ്കടലായി ഇങ്ങനെ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓളങ്ങളായി അത് ഓരോ ഘട്ടത്തിലും മഴയെപ്പോലും വകവയ്ക്കാതെ ഇങ്ങോട്ട് കടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വളരെ ദുഷ്കരമാണ് ഈ വഴിയിലൂടെ വി എസിൻ്റെ വിലാപയാത്ര ഇങ്ങെത്തിക്കുക എന്നുള്ളത്. പക്ഷേ CPM-ന്റെ വളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെല്ലാം കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി വിലാപയാത്രയ്ക്ക് മറ്റൊരു തടസ്സവുമില്ലാതെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ നേരത്തെ തീരുമാനിച്ചതിലും ഒക്കെ എല്ലാം അപ്പുറം, എല്ലാം മറികടന്നുള്ള ആളുകളുടെ ഒരു കൂട്ടമായിരുന്നു. നേരത്തെ മണിക്കൂറുകൾ എടുത്താണ് വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പിന്നിട്ടത്. അതിനുശേഷം കൊല്ലം കടക്കാനും മണിക്കൂറുകൾ പിന്നിട്ടു. ഓരോ വഴികളിലും ആളുകൾ ഇങ്ങനെ ജനസാഗരമായി ഒഴുകിയെത്തി വി എസിന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നു നിന്ന വഴികളിൽ കുറച്ച് ആളുകളുടെ കൂട്ടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ വി എസുമായി എത്തുന്ന വിലാപയാത്ര ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോഴും അതൊരു വലിയ കടലായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. വി എസ് കേരളത്തിന് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ ജനസഞ്ചയം തന്നെയാണ് എന്നുള്ളതാണ് മറുപടി. കാലങ്ങളായി ചെറിയ പ്രായത്തിൽ തന്നെ വി എസ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിന് ശേഷം സ്റ്റേറ്റ് കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ഭാഗമായി, പിന്നീട് സോഷ്യലിസ്റ്റ് കോൺഗ്രസിൻ്റെ ഭാഗമായി, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി 15-ാം വയസ്സിൽ തുടങ്ങിയ പൊതുപ്രവർത്തനം. ആ പൊതുപ്രവർത്തനമാണ് എത്ര ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഒരു തരിമ്പ് പോലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാട്ട വീര്യമായി വി എസിനെ അടയാളപ്പെടുത്തിയത്. ഒരുപക്ഷെ വി എസ് മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ച് പോയതായിരുന്നു ആ കാലത്ത് ഭരണകൂട ഭീകരത. പക്ഷേ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റാണ് ആ പോരാട്ട വീര്യം മരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പോലും കരുത്തുറ്റ ഒരു പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായി മാറിയത്. ഓരോ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാരുൾപ്പെടെ വി എസ് മരിച്ചുവെന്ന് കരുതിയിരുന്നിടത്തുനിന്ന് വീണ്ടും വി എസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കരുത്തുറ്റ പോരാട്ടം നടത്തുകയായിരുന്നു. ആ പോരാട്ടം നടത്തുന്നതിന് ഇടയിലാണ് ഒരു BP വേരിയേഷൻ സംഭവിക്കുകയും വി എസിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. വി എസിന് വീണ്ടും വി എസ് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2019 മുതലാണ് വി എസ് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിൽ. ആ വീട്ടിൽ നിൽക്കുമ്പോഴും ഓരോ പിറന്നാൾ ആഘോഷം നടക്കുമ്പോഴുമൊക്കെ മകൻ അരുൺകുമാർ വ്യക്തമാക്കിയിരുന്നത് വി എസ് പത്രങ്ങൾ വായിച്ച് കൊടുക്കുമ്പോൾ അത് കേൾക്കാറുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കാറുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു വി എസിൻ്റെ മകൻ. അങ്ങനെ ഈ 101-ാമത്തെ വയസ്സ് പിന്നിടുമ്പോഴും വി എസ് കേരളത്തിൻ്റെ ഒരു പ്രധാന നേതാവായി, ഒരിക്കലും കേരളത്തിന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കരുത്തുറ്റ പോരാട്ട വീര്യമായി വി എസ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 23-ാം തീയതി വി എസിന് ഹൃദയാഘാതം സംഭവിക്കുകയും SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ വി എസ് മരണത്തിന് കീഴടങ്ങാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. പണ്ട്
46-ാം വയസ്സിൽ നടന്ന പോരാട്ടത്തിൽ മരിച്ചു എന്ന് കരുതി മാറ്റി നിർത്തിയ ഒരു ആളിൻ്റെ തിരിച്ചുവരവ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് സമാനമായിരുന്ന രീതിയിൽ തന്നെയാണ് 101-ാം വയസ്സ് പിന്നിട്ട VS-ഉം മരണത്തോട് വീറോടെ പോരടിക്കുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടത്. ആ VS-നെ കേരളം യാത്രയയക്കുന്നു. VS-ന് എല്ലാവിധ ബഹുമതികളോടെയും യാത്രയയക്കാൻ ഒരുങ്ങുന്നു കേരളം എന്നുള്ളതാണ്. VS കേരളത്തിന് എന്ത് നൽകിയോ അത് VS-ന് കേരളം തിരിച്ചു കൊടുക്കുന്നു, മലയാളികൾ തിരിച്ചു കൊടുക്കുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് VS-ന് ഓരോ സ്ഥലങ്ങളിലും അന്ത്യയാത്ര നൽകുന്ന അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് ഓരോ നിമിഷങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഈ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത്. റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അല്പസമയത്തിനകം VS-നെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയേക്കും എത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ചീഫ് സെക്രട്ടറി, ഒപ്പം കേരളത്തിലെ മുഴുവൻ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പ്രമുഖർ ആയിട്ടുള്ള കേരളത്തിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സാഹിത്യ, സിനിമാ മേഖലകളിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം നിരയായി VS-ന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രം, വിപ്ലവ സൂര്യൻ അല്പസമയത്തിനകം തന്നെ എരിഞ്ഞിടങ്ങാൻ പോകുന്നു. അത് അല്പസമയത്തിനകം ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് മലയാളം, കേരളം. ധന്യവാദം. പൊതുദർശനത്തിന് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വിപുലമായ സൗകര്യങ്ങളാണ്. കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലാണ്. ആ പൊതുദർശനത്തിനുള്ള സൗകര്യം അത്തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള, വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം അങ്ങോട്ട് എത്തിച്ചേർന്നു. മുഖ്യമന്ത്രിയും അല്പസമയം മുമ്പ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷം DC-യിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും. നിരവധി ആളുകളാണ് അവിടെയും VS-നെ കാത്തു നിൽക്കുന്നത്. ആ റോഡരികിലെല്ലാം ഇരുവശത്തുമായി നമുക്കറിയാം ആളുകൾ കണ്ടുകൊണ്ടാണ് വരുന്നത്. 3 കിലോമീറ്റർ ആണെങ്കിൽ പോലും അത് എത്ര സമയമെടുക്കും എന്നുള്ളത്, എത്ര ദൂരം എത്തി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം ഏതാണ്ട് അവിടേക്ക് എത്താനുള്ള സമയമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 5 മണിക്കാണ് DC-യിൽ നിന്ന് പുറപ്പെട്ടത്. അരമണിക്കൂറെങ്കിലും 3 കിലോമീറ്റർ താണ്ടും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അരമണിക്കൂറിലും എത്തിയിട്ടില്ല. എന്തായാലും 5:45 തന്നെ അവിടെ എത്തി റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് VS-നെ അവസാനമായി ഒന്ന് കാണാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യരെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പല മേഖലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, മറ്റ് സിനിമാ മേഖലയിലുള്ളവർ തുടങ്ങി നിരവധി ആളുകൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ, അവിടെയാണ് അവസാനത്തെ പൊതുദർശനമുള്ളത്. അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്ക്, വിപ്ലവ മണ്ണിലേക്ക് VS-നെ കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിൻ്റെ ഒരു സമയത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം എല്ലാവരെയും കാണിച്ചതിന് ശേഷം VS-നെ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ആരെയും മാറ്റി നിർത്തിക്കൊണ്ടില്ലെങ്കിൽ ആർക്കും കാണാൻ സാധിക്കാത്ത തരത്തിലൊന്നും എവിടെയും ഒരു തരത്തിലും പോയിരുന്നില്ല. വണ്ടി അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്. വെരി സ്ലോലി VS-നെ കാണിച്ചുകൊണ്ട്, എല്ലാവരെയും കാണിച്ചുകൊണ്ടായിരുന്നു വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതെ, ഇരുഭാഗത്തും ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ വരുമ്പോൾ വണ്ടി മെല്ലെ സ്ലോ ചെയ്ത് VS-നെ കാണിക്കുകയാണ്. കാരണം ആലപ്പുഴക്കാർക്ക് VS അതൊരു വികാരം തന്നെയാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുകയാണ്. VS-ന്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ വരെ നമ്മൾ കണ്ടതാണ്. അത് എത്ര വലിയ വികാരമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ്. ആലപ്പുഴയുടെ മണ്ണിലേക്ക്, വിപ്ലവത്തിൻ്റെ മണ്ണിലേക്ക് VS പോകുന്ന കാഴ്ചയാണ്. വിജിൻ വീണ്ടും ചേരുന്നുണ്ട്. വിജിൻ, അവിടെ എല്ലാവരും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞ് കാത്തിരിക്കുന്നു. എല്ലാ ഇടങ്ങളിലും നമ്മൾ ഈ കാത്തിരിപ്പാണ് കണ്ടിട്ടുള്ളത്. നമ്മളെ AK സെന്ററിന് മുന്നിൽ നിന്ന് തുടങ്ങിയ കാത്തിരിപ്പാണ്. ഇപ്പോഴും ആ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു VS-നായി എന്നുള്ളതാണ്. അവിടെ എത്താറായെന്നാണോ അറിയുന്നത്? തന്നെ അല്പസമയത്തിനകം തന്നെ VS-ന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര കണ്ടതാണ്. മണിക്കൂറുകൾ എടുത്താണ് PMG ജംഗ്ഷൻ പോലും പിന്നിട്ടത്. അതിനൊക്കെ എത്രയോ മടങ്ങ് അധികമാണ് ആളുകൾ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സമയമെടുത്ത് VS-ന്റെ മൃതശരീരവും വഹിച്ചുള്ള വാഹനം ഇങ്ങോട്ടെത്തും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ റീക്രിയേഷൻ ഗ്രൗണ്ട്
ഗ്രൗണ്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികളും മറ്റ് സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ ഉള്ള ആളുകൾ ഒക്കെ ഇവിടെ VSനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇടയിലൂടെ ഒരു സാഗരത്തിനിടയിലൂടെയാണ് VSന് കടന്നു വരേണ്ടത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഒരു വലിയ ജനസാഗരം കടലിനോട് ചേർന്ന് തന്നെ നിലവിൽ ഈ ആലപ്പുഴയിലെ റീക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ രൂപപ്പെട്ടതല്ല, രാവിലെ മുതൽ അങ്ങനെ തന്നെയായിരുന്നു കാഴ്ചകൾ. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തി അവസാനത്തെ പൊതുദർശനത്തിന് ഇവിടെയായിരിക്കും VSനെ കാണാൻ കൂടുതൽ സൗകര്യം എന്ന് നേരത്തെ തന്നെ CPM പ്രവർത്തകർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. CPM ഔദ്യോഗികമായി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ റീക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപത്തേക്കാണ് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. അത് ആലപ്പുഴയുടെ ഭാഗങ്ങളിലോ തൊട്ടടുത്ത ജില്ലകളിലോ ഉള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളവർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ, അങ്ങനെ VSനെ സ്നേഹിക്കുന്നവർ, പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ ഒക്കെ ഒഴുകി ഇങ്ങോട്ട് എത്തുകയായിരുന്നു നേരത്തെ തന്നെ. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രവർത്തകരും VSനെ സ്നേഹിക്കുന്നവരും VSനോട് സ്നേഹം പങ്കിടാൻ അവസാനത്തെ ഒരു അഭിവാദ്യം VSനായി അർപ്പിക്കുവാൻ കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം തൊണ്ടപൊട്ടി ഒന്ന് ഉറക്കെ വിളിക്കുവാൻ നമ്മൾ കണ്ടതാണ്. VS അവസാനം പങ്കെടുത്ത വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് VK പ്രശാന്ത് MLA മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആണ് VS അവസാനമായൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിനായാണ് അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുത്തത്. അന്നും പോരാട്ടത്തിൻ്റെ ഊർജം ഒക്കെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രസംഗം, നീട്ടിയും കുറുക്കിയും VSന്റെ വാക്കുകൾ കേൾക്കാൻ ഒഴുകിയെത്തിയ ജനങ്ങൾ എത്രയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊക്കെ 10 മടങ്ങ് ആളുകളുടെ ഒരു സഞ്ചയമാണ് നിലവിൽ ഈ റീക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അവസാനം വരെ VSനെ സ്നേഹിച്ചവരാണ്. കഴിഞ്ഞ കുറേ കാലമായി VS കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ എവിടെയും ഉണ്ടായിരുന്ന ആളല്ല. 2019 മുതൽ VS വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. അത് തിരുവനന്തപുരത്തെ വേലിക്കകത്തെന്ന് പേരിട്ടിരിക്കുന്ന മകൻ്റെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ എല്ലാ ശുശ്രൂഷകളും ഏറ്റുവാങ്ങി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു VS ചെയ്തിരുന്നത്. ഈ 15ഓളം വയസ്സ് മാത്രം പ്രായമെത്തിയ കുട്ടികൾക്ക് ഒരുപക്ഷെ VS ആരെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. പക്ഷേ ആ കുട്ടികൾക്ക് അവരുടെ അമ്മമാർ, അവരുടെ വീട്ടുകാർ, അവരുടെ മുതിർന്നവർ ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു VS എന്ന ഒരു പേരുണ്ട്. അത് കേരളമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ആളിൻ്റെ പേരാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പേര് ഈ കുട്ടികൾ ഉൾപ്പെടെ പറഞ്ഞു പഠിച്ചിരിക്കുന്നു. ആ VS എന്ന ചരിത്രത്തെ അവർ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾ, കുരുന്നുകൾ ഉൾപ്പെടെയാണ് VSന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ VS അപ്പൂപ്പനെ കാണാൻ കുട്ടികൾ ഉൾപ്പെടെ എത്തിയതും അതേ കാഴ്ച തന്നെയാണ്. അതാണ് വിജൻ പറഞ്ഞു വെച്ചത്. അതായത് ഈ ചരിത്രത്തിന് ഇനി നേർസാക്ഷികളില്ല എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതും വായിച്ചതും നമ്മൾ കേട്ടറിഞ്ഞതുമായിട്ടുള്ളത് മാത്രമാണ്. നേരിട്ട് ആ ചരിത്രത്തെയെല്ലാം കണ്ട് അതിനെയെല്ലാം പോരാടി തോൽപ്പിച്ച, ഇല്ലെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചു വന്നൊരു മനുഷ്യന് ഇല്ല കേരളത്തിൽ എന്നുള്ളത് കൂടിയാണ് VSലൂടെ ഇല്ലാതാവുന്നത്. കേരളത്തിൻ്റെ എണ്ണമറ്റ സമര പോരാട്ടങ്ങൾ അത് എങ്ങനെയെന്ന് നിർണ്ണയിക്കുക, അതിനെ മുന്നേ നയിക്കുക, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നിശ്ചയദാർഢ്യമാണ് VSനുണ്ടായിരുന്നത്. അത് ആ രീതിയിൽ തന്നെ ചരിത്രം ഇനിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ VSനെ സംബന്ധിച്ച് ഇപ്പം CPM എന്ന പാർട്ടിക്കപ്പുറത്തേക്ക് തന്നെ ആളുകൾ ചിന്തിക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തിൻ്റെ അത് എല്ലാവരും പറയുന്ന VSന്റെ മരണവാർത്ത അറിഞ്ഞ് എല്ലാവരും പ്രതികരിക്കുന്നു. ഇപ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കറിയാം, തൊഴിലാളികളുടെ തോഴനായിരുന്നു എന്ന് അദ്ദേഹത്തിന് എല്ലാ കാലത്തും അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ തൊഴിലാളികൾക്ക് എത്രത്തോളം അടുത്തു നിന്നിരുന്ന മനുഷ്യനാണ് VS എന്നുള്ളത്. ഓരോ വിഷയത്തിലും അദ്ദേഹം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഇടപെടലുകൾ നടത്തി എന്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു VS എന്നുള്ളത്. VS ഏതു തരത്തിലായിരുന്നു ഓരോ മനുഷ്യരിലും സ്വാധീനം ചെലുത്തിയിരുന്നത് എന്നുള്ളത്. നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് ഒരു തവണയെങ്കിലും VS എന്ന് പറയാതെ, ഇല്ലെങ്കിൽ ആ 2 അക്ഷരം പറയാതെ പോയൊരു മനുഷ്യനുണ്ടാവില്ല VS ഉണ്ടായിരുന്ന കാലത്ത് എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ ആ രീതിയിലുള്ളൊരു യാത്രയപ്പാണ് VSന് നൽകിക്കൊണ്ടിരിക്കുന്നത്.
DC-യിൽ നിന്ന് പുറപ്പെട്ട VS-ന്റെ മൃതദേഹവുമായി പുറപ്പെട്ട വാഹനം അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ്